ഇവരെല്ലാവരും സംഘപരിവാരത്തിന് കുടപിടിക്കുന്ന നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള എന്റെ സഹോദരങ്ങളെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഈ പദയാത്രയിലൂടെ ജനങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് ഈ രാജ്യത്തിന്റെ മതേതരത്വവും, ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും, ഈ രാജ്യത്തിന്റെ സോഷ്യലിസവും, ഈ രാജ്യത്തിന്റെ ഫെഡറലിസവും കാത്തു സൂക്ഷിക്കാൻ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾ രംഗത്തേക്ക് കടന്നു വരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വിളിച്ചു പറയുകയാണ്. ഇന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വ്യക്തമായ രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യാത്രകൾ നടത്തുമ്പോ ഒരുപക്ഷെ പറയും അത് SDPI ആണ്. SDPIക്ക് എന്തും പറയാമല്ലോ, അവർ തീവ്രവാദ ചാപ്പ കുത്തിയവരാണ്, അവർ തീവ്രവാദികളാണ്, അവർക്ക് എന്തും പറയുന്നതിൽ ലൈസൻസ് ഇല്ല എന്നൊക്കെ ഒരുപക്ഷെ ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയും. പക്ഷെ ഞങ്ങളൊന്ന് ചോദിക്കോട്ടെ, ഈ കേരളത്തിന്റെ മണ്ണിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ ആദ്യമായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഇവിടെ BJP അധികാരത്തിൽ വന്നത് വോട്ട് കൊള്ളയിലൂടെയാണ് എന്ന് ഈ മതേതര ഇന്ത്യയുടെ മുന്നിലേക്ക് വിളിച്ചു പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തന്നെയാണ്. പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് വിളിച്ചു പറഞ്ഞു ഇവിടെ വ്യാപകമായ വോട്ടുകൾ നടത്തിയിട്ടില്ല എന്ന്. ഇവിടെ ആരും നിലവിലേക്കെടുത്തിട്ടില്ല. പക്ഷേ മാസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ ഗാന്ധി വന്നിട്ട് പറഞ്ഞത് ഇവിടെ വോട്ടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ വലിയ രീതിയിൽ ബീഹാറിന്റെ മണ്ണിൽ ഒരു യാത്ര നടത്തുന്നത്. എന്തിനാ ബീഹാറിന്റെ മണ്ണിൽ മാത്രം യാത്ര നടത്തുന്നത്? ആസാമിന്റെ മണ്ണിലേക്ക് രാഹുൽ ഗാന്ധിക്ക് കടന്നു വരാൻ കഴിയില്ലായിരുന്നു. 10,000-കണക്കിന് വരുന്ന ആളുകളുടെ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ വീടുകൾ വെച്ച് തകർക്കപ്പെട്ടിട്ടുണ്ട്. ബുൾഡോസർ രാജ് ഉപയോഗിച്ചുകൊണ്ട് നൂറുകണക്കിന് ആരാധനാലയങ്ങള് ഈ രാജ്യത്തിന്റെ മണ്ണിലേക്ക് ഇത് പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ആസാമിന്റെ മണ്ണിലേക്ക് നമ്മൾ ആരെയും കണ്ടില്ല. ആ ആസാമിന്റെ അവിടെയുള്ള പൗരന്മാരുടെ വിഷമങ്ങൾ കണ്ടിട്ട് ആദ്യമായി സമരത്തിലേക്ക് ഇറങ്ങി വന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് എങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തന്നെയാണ്. ഈ രാജ്യത്തിന്റെ മണ്ണില് മധ്യപ്രദേശിന്റെ മണ്ണിൽ 60 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ വോട്ടവകാശം നീക്കുമ്പോ അതിനെ ചോദ്യം ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് എന്നും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഈ രീതിയിലുള്ള തീവ്രവാദ ചാപ്പകൾ കുത്തിത്തരാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ രാജ്യത്തിന്റെ ജനങ്ങളുമായി ജനാധിപത്യം സംസാരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളുടെ ഇടയിലേക്ക് കടന്നു വരാൻ തന്നെയാണ്. പ്രിയമുള്ള എന്റെ സഹോദരങ്ങളെ, RSS എന്ന് BJPയുടെ അജണ്ടകള് കേന്ദ്രത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോ കേരളത്തിന്റെ മണ്ണിൽ മറ്റൊരു രീതിയിലാണ് ഇവിടെ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിലും പത്രങ്ങളിലും ഒരു വലിയ വാർത്ത നിങ്ങൾ കണ്ടിരിക്കും. തൊടുപുഴ എന്ന് പറയുന്ന പ്രദേശത്ത് കരിമണ്ണൂർ എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. ആ പോലീസ് സ്റ്റേഷനില് ഒരു അനസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാകുന്ന ഒരു പോലീസുകാരനുണ്ടായിരുന്നു. ആ അനസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാകുന്ന പോലീസുകാരനെ തന്റെ സർവീസിൽ നിന്നുകൊണ്ട് പിരിച്ചുവിട്ടത് ഇവിടെ RSSന്റെ പ്രവർത്തകരുടെ രേഖകൾ എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ്. കഴിഞ്ഞ ദിവസം അതേ പോലീസ് സേനയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്റെ ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പ് എഴുതിയപ്പോഴാണ് സത്യാവസ്ഥ ഇവിടെയുള്ള ജനങ്ങൾ മനസ്സിലാക്കിയത്. തന്റെ വീടിന്റെ പരിസരത്ത് കഞ്ചാവുമായി കടന്നു വരുന്നവരുടെ രേഖകൾ എടുത്ത് പരിശോധിക്കുന്നു എന്നല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആനസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സർവീസിൽ നിന്നുകൊണ്ട് പിരിച്ചുവിട്ടിട്ട് തിരിച്ചു വീണ്ടും സർവീസിലേക്ക് കയറ്റാൻ പറഞ്ഞിട്ട് പോലും ഇവിടെ സമ്മതിക്കാത്ത നാടായി നമ്മളുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കു വേണ്ടിയിട്ട് ഈ അജണ്ടകൾ നടപ്പിലാക്കുന്നത് നാം ഒന്ന് മനസ്സിലാക്കണം. ഈ കേരളത്തിന്റെ മണ്ണില് എത്രയോ കേസുകൾ വന്നിട്ടുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ലിംഗത്തിന്റെയും ആ രീതിയിലേക്കാണ് കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനാധിപത്യത്തിനെ കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള വലതുപക്ഷവും ഇടതുപക്ഷവും RSSും BJPയും എല്ലാം. അതിനെതിരെ ഒരു ജനകീയ പ്രതിരോധ മുന്നണി രാജ്യത്തിന്റെ മണ്ണിൽ ഉയർന്നു വരേണ്ടത് അത്യാവശ്യമായ കാലഘട്ടത്തിലാണ്. അവിടെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരം പരിപാടികളുമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ വലിയ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട്, വലിയ പ്രയാസങ്ങളിലാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തുടച്ചു നീക്കാമെന്ന് ഏതെങ്കിലും RSSന്റെ സംഘപരിവാറിന്റെ ആരെങ്കിലും എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക, എന്റെയൊക്കെ ശ്രമത്തിലൂടെ അവസാനത്താണി അടിക്കാൻ
ഞങ്ങളുടെ സഹോദരനാകുന്ന, ഞങ്ങളുടെ കൂടെ പുറപ്പാകുന്ന, ഞങ്ങളുടെ സലാഹുദ്ദീന്, ഷഹീദ് സലാഹുദ്ദീന്, ആ സയ്യിദ് സലാഹുദ്ദീന് കൊല ചെയ്യപ്പെട്ട ദിവസം നിങ്ങൾ ആഘോഷത്തിന്റെ തിമിർപ്പിൽ തന്നെയാണ് എങ്കിൽ RSSകാര് നിങ്ങളോട് പറയാനുള്ളത് കാലം സാക്ഷി, ചരിത്രം സാക്ഷി, ഒന്നും SDPIക്കാർ മറക്കില്ല. ഞങ്ങളൊന്നും മറക്കില്ല, ഞങ്ങളൊന്നും പുറക്കില്ല. ഞങ്ങൾ അതിന് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, പരസ്യമായ രീതിയിൽ. അതിന് ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങള് മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇവിടത്തെ ഭയത്തിൽ നിന്നും വിശപ്പിൽ നിന്നുമാണ് എങ്കിൽ ഞങ്ങൾ പറയുന്നു, ഈ രാജ്യത്തിന്റെ നെറികേടുകൾക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ, അനീതികൾക്കെതിരെ തെരുവിൽ ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് രാജ്യത്തിന്റെ മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും മൗനവ്രതത്തിലാകുമ്പോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അവരിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് രാജ്യത്തിന്റെ ക്രൈസ്തവ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങള്, രാജ്യത്തിന്റെ ദളിത് സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങള്, രാജ്യത്തിന്റെ മുസ്ലിം സമുദായം അനുഭവിക്കുന്ന പ്രയാസങ്ങള്, ആ പ്രയാസങ്ങള് വ്യക്തമായി ഈ സമൂഹത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് സമരത്തിന്റെ പോർമുഖം തീർക്കുകയാണ് രാജ്യത്തിന്റെ മണ്ണിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഇന്ന് രാജ്യത്തിന്റെ മണ്ണിൽ 400 ജില്ലകളില് വ്യവസ്ഥാധിപരമായി ഈ രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നുണ്ടോ എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ കടന്നു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. രാജ്യത്തെ ഒരു മുഖ്യ പ്രതിപക്ഷം വേണമെങ്കിൽ അത് സോഷ്യൽ ഡെമോക്രസിയിലൂടെ മാത്രമാണ് നടപ്പാകുകയുള്ളൂ എന്ന് തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളേവരെയും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ആദരപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്നെ ശ്രമിച്ച ഈ പാറമ്പള്ളിയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. വെള്ളക്കാരിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്